നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കാർഡാണ്. അത് 4 ഓഫ് സോർഡ് എന്ന കാർഡാണ്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾ എന്ന കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് 6 ഓഫ് കപ്പ് എന്ന കാർഡാണ്. നിങ്ങളിപ്പോൾ ഒരു വിശ്രമാവസ്ഥയിലാണ്. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മാനസികമായി വളരെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ അവോയ്ഡൻസ്, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിനോ മറ്റോ പ്രാധാന്യം കൽപ്പിക്കാണ്ട് ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു സ്തംഭനത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് വളരെ വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ അവസ്ഥയിൽ ഒരു വിശ്രമം എടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് കൂടുതൽ വിശ്രമത്തോടു കൂടി വരികയാണെങ്കിൽ അത് കൂടുതൽ ക്ലാരിറ്റി നൽകുകയും ആ അവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റുകയും ചെയ്യും. രണ്ടാമത്തെ ഇത് നിങ്ങളുടെ വ്യക്തിയെ നോക്കുകയാണെങ്കിൽ 4 ഓഫ് പെൻറ്റക്കിൾ എന്ന കാർഡാണ്. ആ വ്യക്തി വളരെയധികം കാര്യങ്ങൾ ഇറുക്കി പിടിച്ചുകൊണ്ട് ആളുടെ സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നതാണ് കാണുവാൻ പറ്റുന്നത്. ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. ആൾ ചിലപ്പോൾ പണസമ്പാദ്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ആ അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം വിഷമം നൽകുന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറുവാനായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്താൽ തിരിച്ചു വരും. നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടേതായ പഴയ കാലത്തിലെ ഓർമ്മകളോ അല്ലെങ്കിൽ ആ നല്ല ജീവിതത്തിലെ ഹാപ്പിനെസ് നിറഞ്ഞ മുഹൂർത്തങ്ങളോ കുറിച്ചായിരിക്കാം. ആ മുഹൂർത്തങ്ങൾ തിരിച്ചു വരുമോ എന്നുള്ള ഒരു പേടിയും നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുണ്ട് എന്നും ഈ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ജീവിതത്തെ കണ്ടുകൊണ്ട് തിരിച്ചു വരാൻ സാധിക്കും എന്നും പറയുവാൻ പറ്റും. നിങ്ങളുടെ വ്യക്തിക്ക് ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുവാൻ യൂണിവേഴ്സ് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകളിൽ നിന്ന് ഒരു മാറ്റത്തോടു കൂടി നിങ്ങളെ തമ്മിലുള്ള നല്ല സ്നേഹത്തോടു കൂടിയുള്ള പഴയ ആ ജീവിതത്തിലേക്ക് തന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടെത്തിക്കാൻ യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി ഈ വിശ്രമം നിങ്ങൾ മുതലാക്കുവാനാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.